മറുപടി പ്രസംഗം എന്ന് പറയുമ്പോൾ എന്നെ നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞേക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറുപടി പ്രസംഗത്തിന് വേണ്ടിയല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട നാട്ടുകാർ, എൻ്റെ കുടുംബാംഗങ്ങൾ, ഞാൻ ജനിച്ച മണ്ണ്, ഞാൻ വളർന്ന മണ്ണ്, ഞാൻ കളിച്ച മണ്ണ്, ആ മണ്ണിൽ ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള ഈ ഒരു വേദി എനിക്ക് തന്നിരിക്കുന്നത്. ഞാൻ കളിച്ചു, പിച്ച വെച്ച് നടന്നു, പിറന്ന മണ്ണിൽ നിന്നും ഇത്തരത്തിലൊരു ആദരം എനിക്ക് ലഭിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ്. കാരണം നേരത്തെ ഇവിടെ പ്രസംഗിച്ചവർ പറഞ്ഞു, ഈ മണ്ണ് കരുവാരിയിൽ താഴെ എന്ന്. ഞാനൊക്കെ ചെറിയതായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കളിച്ച് വളർന്ന ഒരു മണ്ണാണിത്. അന്നിതൊരു വയലായിരുന്നു. സ്കൂൾ വിട്ട് വരുമ്പോൾ ഞങ്ങൾ കക്ക് കളിക്കുന്ന ഒരു വേദിയായിരുന്നു ഇത്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ തൊട്ട് ഞാനിവിടെ വന്ന് ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളെയും കൊണ്ട്, അല്ലെ എൻ്റെ പ്രദേശവാസികളെയും കൊണ്ട് ഈ ടൗൺ മുഴുവനും ഞാൻ നേരത്തെ കളിച്ചു വളർന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയി. പഴയ കാരണവരെയും പ്രായമായി കിടക്കുന്നവരെയും ഞാൻ പോയി കണ്ട്. അവരെനിക്ക് തന്ന ഒരു സ്വീകരണം എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ ഓരോരുത്തർ പറയുന്ന ഒരു അനുഭവമാണ് എൻ്റെ ഈ വളർച്ചയുടെ കാരണം. നേരത്തെ എനിക്ക് മുമ്പ് പ്രസംഗിച്ചവരൊക്കെ പറഞ്ഞു MT സൂപ്പിയാജിനെ പറ്റിയിട്ട്. MT സൂപ്പിയാജി ഈ 10 മക്കളെയും വളർത്തിയത് എങ്ങനെയാണ് എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം. കാരണം ഉപ്പാൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ ചെറിയ കുട്ടികൾ 10 മക്കൾ ഒരുപോലെ വളർന്നു വരുമ്പോൾ ഉപ്പ ഞങ്ങളെ പഠിപ്പിച്ച ആ ഒരു രീതി, മതപരമായിട്ടും സാമൂഹ്യപരമായിട്ടും പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന രീതിയിലാണെങ്കിലും പാവപ്പെട്ടവരെ എങ്ങനെ സ്നേഹിക്കണമെന്നും ബഹുമാനമുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണമെന്നും ആദരവ് എങ്ങനെ കൊടുക്കണമെന്നുമെന്നുള്ള ഒരു പാഠം, ആ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിന്നും എൻ്റെ വയനാട് ജില്ലയിലേക്ക് പോയത്. നേരത്തെ ഇവിടെ ജയന്തി സൂചിപ്പിച്ചു, സ്കൂൾ പഠിക്കുന്ന കാലം. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാകാതെ ഞാൻ എൻ്റെ കുടുംബം ഭദ്രമാക്കി വെച്ചതിന് ശേഷം, നിങ്ങൾക്കറിയാലോ, ചുരം കയറി ചെന്നതിന് ശേഷം ഭർത്താവിൻ്റെ ജോലി, നമുക്ക് കുടുംബിനികളാണല്ലോ, മക്കളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾ വ്യാപൃതനായപ്പോൾ ഒരു പൊതുപ്രവർത്തനത്തിന് മുഴുവൻ സമയം ഇടപെടാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും 2000 മുതൽ റെസിഡൻഷ്യൽ അസോസിയേഷൻ മുതൽ മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലടക്കം ചെറിയ ചെറിയ പങ്കുവഹിക്കാൻ എനിക്ക് സാധിച്ചു. ശേഷം എന്നെ ഞാനാക്കിയ എൻ്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനം മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയായ വനിതാ ലീഗിൽ ശാഖാതലം തൊട്ട് സജീവമാകാൻ എനിക്ക് ഒട്ടേറെ നേതാക്കളുടെ പ്രോത്സാഹനം ലഭിച്ചു. അതൊന്ന് കാരുണ്യ പ്രവർത്തനം തന്നെയായിരുന്നു. 2013 മുതൽ വയനാട് ജില്ലാ വനിതാ ലീഗിൻ്റെ പ്രസിഡൻ്റായും ഇന്ന് സംസ്ഥാന വനിതാ ലീഗിൻ്റെ വൈസ് പ്രസിഡൻ്റായും പ്രവർത്തിക്കുവാൻ ബഹുമാന്യരായ നേതാക്കളുടെ നിർദ്ദേശപ്രകാരം എനിക്ക് സാധിക്കുകയുണ്ടായി. ഒരു സ്ഥാനമാനം മോഹിച്ചുകൊണ്ടോ മറ്റ് സാമ്പത്തിക നേട്ടവും കൈവരിക്കുമെന്ന് കരുതിയിട്ടോ അല്ല ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നത്. ഇന്നേ വരെയുള്ള എൻ്റെ പൊതുപ്രവർത്തനം ഞാൻ നടത്തിയതും അത് മുന്നിൽ വെച്ചുകൊണ്ടല്ല. അള്ളാഹുവിൻ്റെ തവക്കൽ ചെയ്തു നമ്മുടെ മുമ്പിൽ കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ സ്വന്തമായും കൂട്ടമായും ഒരു പരിശ്രമം എനിക്ക് വേണം എന്നുള്ള ഒരു നിസ്വാർത്ഥ സേവനത്തിൻ്റെ ഉടമയായിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ മത്സര രംഗത്തിലേക്ക് എത്തിയത്. വയനാട് ജില്ലയിൽ തന്നെ ജനസംഖ്യ കൊണ്ടും മറ്റെല്ലാം കൊണ്ടും ഏറെ വിസ്തൃതയുള്ള ഈ നഗരസഭ ഒരു അഴിമതിയുമില്ലാതെ മുന്നോട്ട് പോകണമെന്നുള്ള ഒരൊറ്റ ഉറച്ച വിശ്വാസം എന്നിലുണ്ട്. ആ ഒരു ഉറച്ച വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന നിങ്ങളുടെ കൈകളിലാണുള്ളത്. ആ പ്രാർത്ഥന നിങ്ങൾ 5 നേരം നിസ്കരിക്കുന്ന സമയത്തും പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിൽ ഒരു അഴിമതിക്കറയും എൻ്റെ കയ്യിൽ കൂടി പുരളരുതേ എന്നുള്ള ഒരു വിശ്വാസത്തോടുള്ള പ്രാർത്ഥന നിങ്ങളിൽ എനിക്ക് വേണം. കാരണം ഞാൻ എൻ്റെ മത്സരിച്ച വാർഡ് 36 ഡിവിഷനാണ് മുനിസിപ്പാലിറ്റിയിലെ അണ്ടറിലുള്ളത്. ആ 36 ഡിവിഷനിലെയും നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്നുള്ളത്. ആ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം എൻ്റെ വയനാട്ടിലുള്ള പാവപ്പെട്ട ജനങ്ങൾ എന്നെ ഏൽപ്പിച്ചത് എന്നിൽ നിന്ന് എന്തോ പ്രതീക്ഷിച്ചു കൊണ്ടായിരിക്കുമല്ലോ. ആ പ്രതീക്ഷക്കൊത്ത് വളരുവാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരെയും സഹായവും സഹകരണവും പിന്തുണയും എനിക്ക് ആവശ്യമാണ്. വോട്ട് തരാനോ അല്ലെ എന്നെ ഈ സ്ഥാനത്തേക്ക് എത്തിക്കാനോ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി എനിക്ക് തരാൻ പറ്റുന്നത് നിങ്ങളുടെ പ്രാർത്ഥന മാത്രമാണ്. ആ പ്രാർത്ഥനയിൽ നിങ്ങൾ എപ്പോഴും എന്നെ ഓർക്കുകയും എൻ്റെ ജനങ്ങൾ എന്നിൽ ഏൽപ്പിച്ച ആ ഒരു വിശ്വാസമുണ്ടല്ലോ,
ആ വിശ്വാസത്തിൽ കൂടി ഉയർന്ന് പാവപ്പെട്ട ജനങ്ങൾക്ക് എൻ്റെ കൈകളിൽ കൂടി എന്തെങ്കിലും എത്തിച്ചു കൊടുക്കാൻ എൻ്റെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കഴിയുകയാണെങ്കിൽ ആ കഴിവ് നിങ്ങൾക്കും കൂടി ഉള്ളതായിരിക്കും. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കഞ്ഞിയും ചോറും പാലും തേനും തന്ന് വളർത്തിയ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അഭിമാനിക്കാം, അതുപോലെ തന്നെ എനിക്കും അഭിമാനിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് ആവശ്യമുള്ളത് കൊണ്ട് അധികം നീട്ടി പറയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞാൻ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ഈ മറുപടി പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. കോഴിക്കോട് ജില്ല